നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം തലക്കെട്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ നിലപാട് പറയണം. റിവ്യൂ ഹർജികളിൽ വാദത്തിന് സമയക്രമം നിശ്ചയിച്ച് സുപ്രീം കോടതി. മാർച്ച് 14-നകം കക്ഷികൾ നിലപാട് അറിയിക്കണം. ഹർജിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവർക്കും 3 ദിവസം വീതം വാദം. തെരഞ്ഞെടുപ്പിനിടെ യുവതീ പ്രവേശനത്തിൽ നിലപാട് പറയേണ്ടി വരുന്നത് സർക്കാരിന് വെല്ലുവിളി. കരുതലോടെ നീങ്ങാൻ സർക്കാരിന്റെയും പാർട്ടിയുടെയും വ്യത്യസ്ത നിലപാടായിരിക്കുമെന്ന് MV ഗോവിന്ദൻ. ദേവസ്വം ബോർഡും സർക്കാരും നിലപാട് തിരുത്തണമെന്ന് NSSും SNDP. ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. രഹസ്യമായി ഹാജരാവാനെത്തിയ രാഹുൽ ന്യൂസ് 18 ക്യാമറയ്ക്ക് മുന്നിൽ 3 ദിവസം പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി ചോദ്യം ചെയ്യൽ. നടൻ പ്രേംകുമാറിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ്. KC വേണുഗോപാൽ ചർച്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആയേക്കില്ല. CPMന്റെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ പ്രേംകുമാർ. VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷിനി UDFിനൊപ്പം. നാളെ പുതുയുഗ യാത്രയുടെ ഭാഗമാകും. മലമ്പുഴയിൽ മത്സരിക്കുന്നതിലും ധാരണ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെളിപ്പെടുത്തലുമായി PT കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗിക അതിക്രമ കേസ് നൽകിയ പരാതിക്കാരി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു. സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു. പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരുടെ പേരിപ്പോൾ പറയുന്നില്ലെന്നും ആശ ആച്ചി ജോസഫ് ന്യൂസ് 18നോട്. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെ പുകഴ്ത്തിയ മണിശങ്കർ അയ്യരോട് നേതൃത്വത്തിന് അതൃപ്തി. വ്യക്തിപരമായ അഭിപ്രായമെന്ന് KC വേണുഗോപാൽ. വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ച് അയ്യർ. മണിശങ്കറിനെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉടൻ കേരളത്തിലെത്തും. ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. അടുത്ത മാസം ആദ്യം കമ്മീഷൻ കേരളത്തിലെത്താൻ സാധ്യത. ഇളമക്കര പോക്സോ കേസിൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാൻ പോലീസ്. അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. DNA പരിശോധനാ ഫലം നിർണായകം. ചിന്നു പാപ്പുവിന്റെയും ആൺ സുഹൃത്തിന്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്നതിലും അന്വേഷണം. വിശദമായി കടക്കുമ്പോൾ ശബരിമല യുവതീ പ്രവേശനമടക്കം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഏപ്രിൽ 7 മുതൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി. മാർച്ച് 14-നകം കക്ഷികൾ നിലപാട് അറിയിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചതോടെ സംസ്ഥാന സർക്കാർ ഇനി യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് പറയേണ്ടി വരും. ഏപ്രിൽ 7 മുതൽ 22 വരെയാണ് കേസിൽ വാദം നടക്കുക. ഇതോടെ ശബരിമല വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകുമെന്ന് ഉറപ്പായി. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിരൺ, സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തോട് ഇതുവരെ പ്രതികരിച്ചു വന്നിട്ടില്ല. മന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് നീണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെയും CPMന്റെയും നയം? പ്രത്യേകിച്ച് സമുദായ സംഘടനകൾ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു. സജിത്ത്, മാർച്ച് 14-ന് മുമ്പ് സർക്കാരിൻ്റെ നിലപാട് കോടതിയെ അറിയിക്കണം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. മാർച്ച് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാവും. ഏപ്രിൽ ആദ്യമാണ് വാദം കേൾക്കുന്നത്. അനുകൂലിച്ചും എതിർത്തുമുള്ള വാദം. അതിന് 2 ദിവസം വീതം അനുകൂലിക്കുന്നവർക്ക് 2 ദിവസം വീതം എതിർക്കുന്നവർക്കുമെല്ലാം സമയം അടക്കം സുപ്രീം കോടതി തീരുമാനിച്ചു. 9 അംഗ ബെഞ്ചിലേക്കാണ് പോകുന്നത്. 9 അംഗ ബെഞ്ചിനെയും
സുപ്രീം കോടതി ഉടൻ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ അമിക്കസ് ക്യൂറിയായി പരമേശ്വരനെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ആദ്യം കേരള സർക്കാർ ആദ്യം നൽകുന്നത് VS സർക്കാരിൻ്റെ കാലത്ത് യുവതീ പ്രവേശനം, സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുള്ള നിലപാടാണ് സർക്കാർ അനുവദിച്ചത്. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് 2016 ഏപ്രിൽ കാലാവധി അവസാനിക്കുന്നതിൽ ഫെബ്രുവരിയിൽ ഒരു സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. മുൻ ഹർജി തിരുത്താൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി നൽകുന്നു. ആ ഹർജിയിൽ നിലപാട് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് എതിർത്തുകൊണ്ടുള്ളൊരു നിലപാട് അറിയിക്കുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ പിണറായി സർക്കാർ വരുന്നു. ആ സമയത്ത് തന്നെ 2016 നവംബറിൽ തന്നെ പിണറായി സർക്കാർ വീണ്ടും പഴയ നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് എന്ന് കോടതി അറിയിക്കുന്നു. നിലവിൽ കോടതിയിലുള്ള നിലപാട് എന്ന് പറയുന്നത് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ്. ഇപ്പോൾ സുപ്രീം കോടതി വിധി നിലവിലുള്ളതും സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന സുപ്രീം കോടതി വിധിയാണ്. ഇത് പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ പുനഃപരിശോധനയെ എതിർക്കുന്ന നിലപാടാണ് കേരള സർക്കാരിനുള്ളത്. കേരള സർക്കാരിൻ്റെ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയാണ് ഇന്ന് ഹാജരായത്. ജയ്ദീപ് ഗുപ്ത ഇന്ന് കോടതിയിൽ പറഞ്ഞ വാചകം വളരെ പ്രധാനമാണ്. ഇപ്പോൾ വരെ പുനഃപരിശോധനയെ ഞങ്ങൾ എതിർക്കുന്നു എന്നതാണ്. കാരണം പുനഃപരിശോധനയെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ യുവതീ പ്രവേശനം അനുവദിക്കുന്ന, സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന വിധി പുനഃപരിശോധിക്കേണ്ടതില്ല എന്നുള്ള നിലപാട്, യുവതീ പ്രവേശനത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ള നിലപാടാണ് ഇപ്പോൾ വരെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നാളെ എന്താവും നിലപാട് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ പിന്നീട് വന്ന പൊളിറ്റിക്കൽ കമൻറ്റുകളെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ കമൻ്റ് ആണെങ്കിൽ സർക്കാരിനും പാർട്ടിക്കും എപ്പോഴും ഒരേ നിലപാട് ആയിരിക്കണം എന്നില്ല എന്ന് പറയുന്നു. മറ്റ് പല ഭാഗങ്ങൾ CPM-ൻ്റെ നേതാക്കളൊക്കെ അത്തരത്തിലേക്കുള്ള കമൻറ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. നിയമമന്ത്രി 12:30 കാണുമെന്നാണ് നേരത്തെ അറിയിച്ചത്. പക്ഷേ ഇതുവരെയും നിയമമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് എന്ത് എന്നറിയും. സ്വാഭാവികമായും UDF-ഉം BJP-യും ഈ രണ്ട് പാർട്ടികളും കേസിൻ്റെ തുടക്കഘട്ടത്തിലൊക്കെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും പിന്നീട് സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്ന സമയത്ത് മറിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയും സമരത്തിലേക്കും കലാപത്തിലേക്കും ഒക്കെ നീങ്ങിയതാണ്. ആ പാർട്ടികളെല്ലാം തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ മറുഭാഗത്തുണ്ടായിരുന്നത് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടുണ്ടായിരുന്നത് CPM-ഉം LDF-ഉം കേരള സർക്കാരുമാണ്. ഇവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രധാനം. മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ, മുൻ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഉണ്ടാകാവുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഉണ്ടാകാവുന്ന പലതരത്തിലേക്കുള്ള വൈകാര്യമായ വിഷയം കൂടിയാണിത്. കാരണം ഈ വിധിയിൽ, ഇത് ശബരിമലയുടെ മാത്രം വിധിയല്ല, ഈ വിധിയിൽ പ്രധാനമായും പരിഗണിക്കുന്നത് ആരാധനാ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, ഇത്തരം വിഷയങ്ങളെല്ലാം ഭരണഘടന എന്താണ് നിർവചിക്കുന്നത് എന്ന കാര്യത്തിലടക്കമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക ഈ 9-അംഗ ബെഞ്ചിൽ നിന്ന്. ആ തീരുമാനം വന്നാൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റുന്നത് സംബന്ധിച്ചും, പാഴ്സി പള്ളികളിലെ വിഷയങ്ങൾ സംബന്ധിച്ചും, അതുപോലെ സ്ത്രീകളുടെ ചേലാകർമ്മം അടക്കമുള്ള ഒട്ടേറെ മതങ്ങളുമായി ബന്ധപ്പെട്ട, ഇന്ത്യയിലെ വലുതും ചെറുതുമായ പല മതങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ആചാരപരമായ വിഷയങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പലതരത്തിൽ ബാധിക്കാൻ, ഏതെങ്കിലും ഒരു ശബരിമലയിൽ പോകുന്ന വിശ്വാസികളെ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസത്തെ മാത്രമല്ല മുസ്ലിം മതത്തിലേക്ക് അടക്കം ഇത് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് എന്ത് തീരുമാനമെടുക്കുന്നത് നിർണായകമാണ്. സർക്കാർ നിലപാട് മാറ്റിയേക്കും എന്നുള്ള സൂചനയാണ് ഇതുവരെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാവും. അത് തന്നെയാണ് വ്യക്തമാവേണ്ട ഒരു കാര്യവും. VV അരുൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, മന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് നീണ്ടുപോവുകയാണ്. 12:30 എന്നതാണല്ലോ ഏകദേശം അറിയിച്ചത്. എന്താണ് നീണ്ടുപോകുന്നതിന് കാരണം? ഇതിൽ രാഷ്ട്രീയ കൂടിയാലോചനകൾ നടക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ നിലപാട് വ്യക്തമായി പറയേണ്ടി വരും. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ നിലപാട്? നേരത്തെയുള്ള നിലപാടാണോ അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തണമോ? വലിയ സമ്മർദ്ദം സർക്കാർ മേലുണ്ട് എന്നത് വസ്തുതയാണ്. പ്രത്യേകിച്ചും SNDP-യുടെ NSS-ൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ സർക്കാർ തിരുത്തുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഈ രണ്ട് സാമുദായിക സംഘടനകളുമായും നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി CPM-ഉം സർക്കാരും. അതുകൊണ്ട് തന്നെ അവരെ കൂടി പിണക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. സാമുദായിക സംഘടന നേതാക്കളുടെ ഹൈന്ദവ സമൂഹത്തിലെ വോട്ടുകൾ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ CPM-ന് ഒരു പ്രതീക്ഷയായി ബാക്കിയുള്ളത്. അതുകൂടി ന്യൂനപക്ഷങ്ങൾ ഏറെക്കുറെ അകന്നുവെന്ന് CPM തന്നെ വിലയിരുത്തുമ്പോൾ ഹൈന്ദവ സമൂഹത്തിലെ ഭൂരിപക്ഷ സമുദായമെങ്കിലും ഒപ്പം നിൽക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരും CPM നടത്തിയേക്കും. അങ്ങനെയെങ്കിൽ നേരത്തെയുള്ള നിലപാടിൽ CPM-ന് സർക്കാരിന് തിരുത്തേണ്ടി വരും. സർക്കാർ തിരുത്തുന്നത് സ്വാഭാവികമായും CPM-ന്റെ നിർദ്ദേശപ്രകാരമാകും ആ തീരുമാനത്തിലേക്ക് കടക്കുക. അതെന്താ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതുവരെ സർക്കാർ നിലപാടിൽ മാറ്റമില്ല. അതായത് സുപ്രീം കോടതി വിധി അനുസരിക്കുമെന്ന് പറയുമ്പോഴും ഇനി ഇതിൽ മാറ്റമുണ്ടാകുമെന്ന സൂചനയായി വേണം സർക്കാരിൽ സുപ്രീം കോടതി സ്വീകരിച്ച നിലപാടിനെ കാണേണ്ടത്. നിയമമന്ത്രിയുടെ വാർത്താ സമ്മേളനം മറ്റൊരു സർക്കാർ അദ്ദേഹത്തിൻ്റെ വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്
കൂടിയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 12:30-ക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലപാട് പറയേണ്ടി വരും. ഏതായാലും ആഴ്ചകൾക്കുള്ളിൽ സുപ്രീം കോടതിയെ അറിയിക്കേണ്ട നിലപാട് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു രഹസ്യമാക്കി വയ്ക്കാവുന്ന ഒരു കാര്യമല്ല. സർക്കാർ നിലപാട് എന്ത് എന്ന വലിയ ആകാംക്ഷ പൊതുവിൽ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ സാമുദായിക സംഘടനകളുടെ കടുത്ത നിലപാടും സമ്മർദ്ദവും ഒക്കെ. ഏതായാലും നേരത്തെയുള്ള നിലപാട് തിരുത്താൻ തന്നെയാണ് എല്ലാ സാധ്യതയും. അത് ഏത് രീതിയിലാകും, പൂർണ്ണമായും സുപ്രീം കോടതി വിധിയെ തള്ളിപ്പറയുന്നതാണോ, അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണം അടക്കമുള്ള വിശ്വാസികളുടെ ഈ ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കണമെന്നൊരു വാദമാകുമോ സർക്കാർ മുന്നോട്ട് വയ്ക്കുക എന്നതിൽ വ്യക്തതയില്ല. ഏതായാലും നിയമമന്ത്രി പി രാജീവിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തതയ്ക്ക് സാധ്യതയുണ്ട്. അല്പസമയത്തിന് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം ആരംഭിക്കും. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു കാര്യമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമല വീണ്ടും ചർച്ചയായി മാറിക്കഴിഞ്ഞു. ആ ചർച്ചയാകുമ്പോൾ ഈ സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ട നിലപാട് സ്വാഭാവികമായും ഈ ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുമെന്ന് ഉറപ്പാണ്. സജിത്ത്, യെസ്, എന്തായാലും ഇതാണ് ശബരിമലയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഒരു കാര്യം കൂടിയുള്ളത്, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോകുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന് ശബരിമലയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ സ്വർണ്ണമോഷണം പോലെയുള്ള വിഷയങ്ങളാണെങ്കിൽ ഇപ്പോൾ യുവതീ പ്രവേശന വിഷയം ഇതുവരെ അജണ്ടയിലില്ലാത്ത ഒരു വിഷയം കൂടി കടന്നു വരികയാണ്. അതുകൊണ്ട് വളരെ കരുതലിൽ സർക്കാരിന് പാർട്ടിക്ക് രാഷ്ട്രീയപരമായി വിശദീകരിക്കാനും എന്നാൽ സർക്കാരിന് നിലപാട് മുന്നോട്ട് വയ്ക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണോ CPM പോവുക? അത് പ്രായോഗികമാണോ ആ നീക്കം? സജിത്ത, ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. CPM മുൻകാലങ്ങളിൽ എടുക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇതുവരെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു ഘട്ടത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന വിധി ഉണ്ടായ ഘട്ടത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന വിധി അത് ലിംഗ സമത്വത്തിന് അനുകൂലിക്കുന്ന വിധിയാണെന്നും അത് നടപ്പാക്കണമെന്നും സ്ത്രീകൾ അവിടെ കയറാൻ വന്നാൽ ഞങ്ങൾ അവർക്ക് സംരക്ഷണം നൽകും എന്നെല്ലാം പറയുകയും വലിയ തരത്തിലേക്ക് കേരളത്തിൽ അതിനെതിരായ നിലപാടെടുത്തവരെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തതാണ്. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അന്ന് വലിയ പ്രചരണം നടത്തി വനിതാ മതിൽ സൃഷ്ടിച്ചു. സർക്കാരിൻ്റെ ഉറച്ച നിലപാട് ഒരു ഭാഗത്ത് ശക്തമായി നിന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളം എങ്ങനെയാണോ കടന്നു വന്ന ചരിത്രത്തിലെ ദുരാചാരങ്ങളെല്ലാം കേരളീയ സമൂഹത്തിൽ ചർച്ചയായൊക്കെ നിന്നു. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഇടതുമുന്നണിക്ക് ദയനീയമായ പരാജയം ഉണ്ടായിരുന്നു. തുടർന്ന് അത് പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ശബരിമലയിൽ പാർട്ടി എടുത്ത നിലപാടാണ്, സർക്കാർ എടുത്ത നിലപാടാണെന്ന് വിലയിരുത്തുന്നു. വീടുകളിൽ പോയി ആളുകളോട് തിരുത്തി പറയുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോഴും സുപ്രീം കോടതി വിധി നിലവിൽ നിൽക്കുന്നത് സ്ത്രീ പ്രവേശനം ആകാം എന്നുള്ള വിധിയാണ്. അതിനുശേഷം സർക്കാർ ആ വിധി നടപ്പാക്കാനോ അല്ലെങ്കിൽ കയറാൻ വരുന്നവർക്ക് സംരക്ഷണം നൽകുമോ എന്നുള്ള നിലപാടിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോയി. രണ്ടാമത്തേത് സർക്കാരിൻ്റെ നിലപാട് സ്ത്രീകൾക്ക് പ്രവേശനമാവാം എന്നുള്ള വിധിക്കൊപ്പമാണ് എന്നുള്ളത് പിന്നീട് എവിടെയും സർക്കാരോ പറയുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി എവിടെയും പറയുന്നില്ല. അവിടെ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തൽക്കാലം നിലപാട് ഔദ്യോഗികമായി കോടതിയിലുള്ള നിലപാട് പറയേണ്ടതില്ല, അല്ലെങ്കിൽ പാർട്ടി നിലപാട് പറയേണ്ടതില്ല. ആ വിഷയം ചർച്ചയാവാതെ ശ്രദ്ധിക്കുക എന്നുള്ള നിലപാടിലായിരുന്നു ഇത്ര കാലവും തുടർന്നത്. 2020 ഫെബ്രുവരിക്ക് ശേഷം സുപ്രീം കോടതി ഈ കേസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷവും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു കാര്യമായ ചർച്ചയിലേക്ക് വരേണ്ട സർക്കാരിന് വന്നിട്ടില്ല. സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ ഒരു തർക്കത്തിലേക്ക് വരുന്നത് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസും ഇപ്പോൾ ആഗോള സംഗമം, യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ശബരിമല വിശ്വാസികൾക്കിടയിലുള്ള പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആഗോള അയ്യപ്പ സംഗമം, അതിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത് രണ്ടും ചിലപ്പോൾ സർക്കാരിന് കുറെ കൂടി ചിലപ്പോൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇത് കോൺഗ്രസിലേക്ക് തിരിച്ചുവിടാനോ ഒക്കെ ഒരു പരിധിവരെ കഴിഞ്ഞേക്കാം. പക്ഷേ ഇവിടെ ഒരു തീരുമാനം സർക്കാരിന് എടുക്കേണ്ടി വരും. നിലനിൽക്കുന്ന ഇതുവരെയുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന SNDPയുടേതായാലും NSSൻ്റേതായാലും ആ നിലപാടുകൾക്കെല്ലാം കോട്ടമുണ്ടാകും. ഇനി മറിച്ച് ഒരു തീരുമാനമാണ് സർക്കാർ എടുക്കുന്നതെങ്കിൽ ഇതുവരെ മുന്നോട്ട് വെച്ച നവോത്ഥാന നിലപാടും ഇടതുപക്ഷ നിലപാടുമെല്ലാം മറിച്ച് എന്തുകൊണ്ട് എടുക്കുന്നു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റിയതാണ് എന്നുള്ളത് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും എത്രയൊക്കെ സൈദ്ധാന്തികമായി വ്യാഖ്യാനിച്ചാലും ആത്യന്തികമായി തന്നെ അതിലൊക്കെ മറുപടി പറയേണ്ടി വരും. CPM എന്തായാലും ദേശീയ തലത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്കടക്കം അങ്ങനെ ഇതിനെ എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് സ്വീകരിക്കാൻ CPM ഒരിക്കലും കഴിയില്ല. പാർട്ടിയുടെ ഉറച്ച നിലപാട് സ്ത്രീ സമത്വത്തിന് അനുകൂലമായ നിലപാടാണ്. അവിടെയും ചില വിശദീകരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെങ്കിൽ പോലും നിലപാട് മാറ്റുമ്പോൾ ചില വിശദീകരണങ്ങളൊക്കെ പാർട്ടിക്ക് നൽകേണ്ടി വരും. അങ്ങനെ യഥാർത്ഥത്തിൽ CPMനെയും LDFനെയും സംബന്ധിച്ച് ഇത് വല്ലാത്തൊരു കുരുക്കിലേക്കാണ് കോടതി ഇപ്പോൾ ഈ വിഷയമെടുത്തത് വഴി ചെന്നുപെട്ടത്. യെസ്, അതാണ് ശബരിമല വിഷയത്തിൻ്റെ രാഷ്ട്രീയം. അതാണ് സർക്കാരിന് മുന്നിലുണ്ടാവുന്ന, അല്ലെങ്കിൽ CPMന് മുന്നിൽ, ഇടതുമുന്നണിക്ക് മുന്നിലുണ്ടാവുന്ന പൊതുവായ പ്രതിസന്ധി അത് തന്നെയാണ്. സുപ്രീം കോടതി വാദം കേൾക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ യുവതീ പ്രവേശനത്തെ സർക്കാർ എതിർക്കണമെന്ന് ആവർത്തിച്ച് NSSും SNDPയും.
NSS നിലപാടിൽ മാറ്റമില്ലെന്നും സംസ്ഥാന സർക്കാർ ആചാര സംരക്ഷണത്തിനായി നിലപാട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചു. സർക്കാർ തിരുത്തേണ്ടത് തിരുത്തണമെന്നും ജനവികാരം സർക്കാർ കണ്ടതല്ലേയെന്നുമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാക്ക്. ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, അവിടെ ന്യായമായ തീരുമാനം എടുക്കുമെന്നാണ് കരുതുന്നത്. സ്ത്രീ പ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടവർ തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ അതുകൊണ്ട് തിരുത്തിയതിൻ്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിൻ്റെതായ ഒരു ചടുതലതയോ അല്ലെങ്കിൽ അതിനൊരു പ്രഷറോ പിന്നെ ഗവൺമെൻറ് കാണിച്ചില്ല. അത് ജനവികാരം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് കോടതിയിൽ പറയുമെന്നുമായിരുന്നു രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യത്യസ്തമായിരിക്കാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോടതി പറഞ്ഞ നിലപാടാണ് കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു നമ്മൾ പറഞ്ഞിട്ടില്ല. കേട്ടെ ഈ കോടതിയിൽ നാളെ കോടതി നിലപാടാണ് സ്വീകരിക്കാൻ. ഞങ്ങളുടെ അന്തത് എത്രയോ കാലമായിട്ട് ഞങ്ങളുടെ ഒരേ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ അന്തസ്സാണ് ഞങ്ങളുടെ ഇരിക്കുന്നത്. അല്ലാണ്ട് വേറെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ അന്തസ്സൊന്നുമില്ല. ജനാധിപത്യ അന്തസ് ആ അന്തസ് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് CPM ഉൾപ്പെടെയുള്ള പോകുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. സത്യവാങ്മൂലം ഇന്ന് തന്നെ തിരുത്തണം. സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. UDF സർക്കാർ വന്നാൽ സത്യവാങ്മൂലം തിരുത്തി നൽകുമെന്നും VD സതീശൻ പറഞ്ഞു. ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, സർക്കാർ തിരുത്തണം, അഫിഡവിറ്റ് തിരുത്തണം. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. അത് ഈ ഗോവിന്ദന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പച്ചക്കല്ലേ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞത്. നീ വേറെ വല്ല ഭാഷയിലും പറഞ്ഞാലേ മനസ്സിലാവുള്ള. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നലെ തിരുത്തണം. ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുകയാണ്, അഴകുഴമ്പൻ സമീപനമാണ്. ഇന്ന് വരുമ്പോൾ അത് പറയണം, ഞങ്ങൾ തിരുത്താൻ പോകുന്നു, ഞങ്ങൾ തിരുത്തി അഫിഡവിറ്റ് ഇന്ന് കൊടുക്കാം. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ. P. രാജീവ് നിയമമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ശബരിമല വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അല്ല, അതിന് സമയമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കി, ഇത് റിവ്യൂ ഹർജി കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ വിശാലമായ ഭരണഘടനാ ബെഞ്ച് കേൾക്കണമെന്ന് തീരുമാനിച്ചു. റിവ്യൂവിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ ഭരണഘടനാപരമായി തന്നെ വ്യാഖ്യാനിക്കേണ്ട 7 പ്രശ്നങ്ങൾ അന്ന് സുപ്രീം കോടതി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ ഭാഗത്തായിരിക്കും വാദമുഖങ്ങൾ വരിക. വിശ്വാസത്തിന്റെ മൗലികാവകാശവും തുല്യതയുടെ മൗലികാവകാശവും എങ്ങനെ വ്യാഖ്യാനിക്കാം, അതേപോലെ തന്നെ 25ഉം 26ഉം തമ്മിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് പ്രധാനം. പിന്നെ PLIകൾക്ക് ഈ പൊതു താൽപര്യ ഹർജികൾക്ക് ഇത്തരം കാര്യങ്ങൾ പ്രസക്തിയുണ്ടോ, ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ഏതിനാണ്, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്. പെട്ടെന്ന് ഇന്നലെ ചോദിച്ചപ്പോഴും നിങ്ങളെല്ലാവരും മറന്നുപോയെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന് നേരെ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെന്റ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്.
അപ്പൊ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ആരൊക്കെ ചർച്ച ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. ആ ഭാഗമാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയുടെ ഇങ്ങനെ ശ്രദ്ധയിലുണ്ടാവും 7 ഭാഗങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഭാഗം എടുത്തപ്പോൾ അവര് തന്നെയാണ് ഇതിന്റെ റെഫർ ചെയ്യാൻ തീരുമാനം. ദ ഫോളോയിങ് ഇഷ്യൂസ് വെർ ഫ്രെയിംഡ് ഫോർ കൺസിഡറേഷൻ ടു ബി ഡിസൈഡ് ബൈ എ ലാർജർ ബെഞ്ച്. ഒന്ന്, റിഗാർഡിംഗ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 പറയുന്ന ഫ്രീഡം, 25-26 പറയുന്ന ഫ്രീഡം ഓഫ് മതവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യവും അതർ പ്രൊവിഷൻസ് ഇൻ പാർട്ട് 3, പർട്ടിക്കുലർ ആർട്ടിക്കിൾ 14, മറ്റ് മൌലികാവകാശങ്ങൾ പ്രത്യേകിച്ച് 14 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയും തമ്മിൽ എങ്ങനെ നിൽക്കുന്നു, ഇതിവിടെ അപ്ലിക്കബിൾ ആണോ? വാട്ട് ഈസ് ദ സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് occurring in Article 25(1) of the Constitution. 25(1) പറയുന്ന പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, ഇത് വേണ്ട സ്പെസിഫിക് ആയി ഡിഫൈൻ ചെയ്യാത്ത ഭാഗങ്ങളാണ്. അത് എങ്ങനെയായിരിക്കും? ദ എക്സ്പ്രഷൻ ഓഫ് മൊറാലിറ്റി, ഈ വിധി വന്നപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി, ഭരണഘടന ധാർമ്മികത നമ്മൾ ചർച്ച ചെയ്യാൻ പോയത്. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The extent to which the court can inquire into the issues of a particular practice is an integral part of the religion or religious practice of a particular religious denomination, or should that be left exclusively to be determined by the head of the sections of the religious group? കോടതിക്ക് ഈ വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്ര ഇടപെടാൻ കഴിയും? അതേപോലെ തന്നെ അതല്ല ഒരു കോടതിയുടെ ഇടപെടലല്ല, ആ മതവിഭാഗത്തിന്റെ തലവന്മാർക്കാണോ അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്? അതാണ് ആ വിധിയിൽ ആദ്യം ഭാഗം പറയുന്നത്. 25(2)(b) അതിന്റെ അർത്ഥം എന്താണ്? വെദർ ദ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ഓഫ് എ റിലീജിയസ് ഡിനോമിനേഷൻ ഓർ ഈവൻ എ സെക്ഷൻ thereof are afforded constitutional protection under Article 26. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പറയുന്ന എസെൻഷ്യൽ, അനിവാര്യ, ഒരു മതവിഭാഗത്തെ കോൺസ്റ്റിറ്റ്യൂട്ട്, വിശ്വാസ സമൂഹത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുള്ള അനിവാര്യമായിട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഭരണഘടന വ്യക്തമാക്കുന്നത്. വാട്ട് വുഡ് ബി ദ പെർമിസിബിൾ എക്സ്റ്റെന്റ് ഓഫ് ജുഡീഷ്യൽ റെക്കഗ്നേഷൻ ടു PLIs? ഈ കോടതിക്ക് എത്രമാത്രം ഇത്തരം PLIയിൽ ഇടപെടാം? ഇൻ മാറ്റേഴ്സ് കോളിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ religious practices of a denomination or a section thereof at the instance of a person who do not belong to such religious denomination. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുടെ അല്ലാത്ത പൊതു താൽപര്യ ഹർജികളിൽ കോടതിക്ക് എങ്ങനെ ഇടപെടാം? ഇതാണ് 7 ചോദ്യങ്ങൾ. അന്ന് ദ റിവ്യൂ പെറ്റീഷൻ വെർ അഡ്ജേൺഡ് ടിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബൈ എ ലാർജർ ബെഞ്ച്. അപ്പോൾ റിവ്യൂ പെറ്റീഷൻ തന്നെ എത്തണമെങ്കിൽ ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള നിലപാട്, വാദങ്ങൾ കേട്ട് സുപ്രീം കോടതി വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ല, അത് ഒരു ചോദ്യത്തിൽ ഞാൻ വായിച്ചതിൽ ഏതാ അത് പറഞ്ഞേ? നിങ്ങള് ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്, 4ാമത്തെ പാരഗ്രാഫ്. അല്ല, അത് അജിത പറഞ്ഞും പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ ഞങ്ങളുടെ അഫിഡാവിറ്റ്, അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതാ? കോടതി വിധിയല്ല, ഇതൊരു ആചാരവും ദീർഘകാലമായി തുടർന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഹിന്ദു മത ആചാരങ്ങളായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ കോടതി അതല്ലോ എടുത്തേ. അങ്ങനെ കമ്മീഷനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ. അല്ല, അത് ആ ചോദ്യത്തിനോട് ഉത്തരമാണല്ലോ ഞാൻ പറഞ്ഞേ. നാം കാണേണ്ടത് യുവതീ പ്രവേശനത്തിനൊപ്പം അല്ല, സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായിട്ടും ബൈൻഡിംഗ് ആണ്. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല. ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ, ഈ ചോദ്യങ്ങൾ അപ്പോഴിപ്പോൾ വേണമെങ്കിൽ ആ വിധി ഓർഡറാണെന്ന് പറയാമല്ലോ. പക്ഷെ അങ്ങനെ, കാരണം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞു, ആദ്യം ഈ 7 അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇതിലേക്ക് വരുള്ളൂ.
അപ്പൊ നമ്മളോട് ഈ 7 പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണമാണല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക, ഭരണഘടനാപര പ്രശ്നങ്ങളിലെ പരിശോധിക്കുക. നമ്മളപ്പോ അതിനകത്ത് എല്ലാ വശവും നോക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? നിങ്ങളത് പറയാത്തോണ്ടാണ്. അല്ല, അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഇന്ന് സംപ്രേഷണം ചെയ്യണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളൊരു സ്റ്റാൻഡ് നേരത്തെ എടുത്തെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, അതല്ലേ ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന കോടതി. അല്ല, വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നേ. ആ അഫിഡാവിറ്റിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, അല്ല, ഇപ്പൊ ഇന്ന് സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു വക്കീലിനല്ലേ ചുമതലപ്പെടുത്തിയേക്കണേ. ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മളിപ്പോ പറയേണ്ട കാര്യം എന്താ? അല്ല, ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ അല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വിധിയിൽ? അല്ല, അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഈ, ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാടതല്ല. സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു, അവർ വിധിയിലേക്ക് എത്തി. ഞാൻ മുഴുപ്പിക്കട്ടെ, ആ വിധി വന്നു. ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പൊ എന്താ? പുനഃപരിശോധനയാണ്. പുനഃപരിശോധനയ്ക്ക് മുമ്പ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഈ 7 കാര്യങ്ങൾ തീരുമാനിക്കണം. അത് തീരുമാനിച്ചാലേ മറ്റടിക്ക് വരല്ലോ. അത് 7 കാര്യങ്ങൾ അറിയിക്കല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്ട് 7. ഇപ്പൊ ഇതില് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ല ഞാൻ ചോദിക്കുക, ഈ ആർട്ടിക്കിൾ 25, 26 കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ഇന്റർപ്ലേ എങ്ങനെയായിരിക്കണം? നമ്മൾ നേരെ സ്വിച്ചിട്ട് എസ് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ എല്ലാ വ്യാഖ്യാനങ്ങളും നന്നായി ചർച്ച ചെയ്യേണ്ടി വരും. ഭരണഘടനാ വിദഗ്ധരായിട്ട് എല്ലാ വിഭാഗവുമായിട്ടൊക്കെ ആലോചിക്കേണ്ടി വരും. 2, വാട്ട് ഇസ് സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ മൊറാലിറ്റി? ഇത് ഒരു പത്രസമ്മേളനത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ ഇത്. ടെക്നിക്കൽ സുപ്രീം കോടതിയുടെ അല്ല, ഞാൻ വ്യക്തമാക്കിയത് എന്താ? സർക്കാർ നേരത്തെ തന്നെ എന്താ പറഞ്ഞിരുന്നത്? ഈ വിഭാഗത്തിൽ നല്ല ആഴത്തിലുള്ള പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുമായി ഇതല്ലേ ഞങ്ങളുടെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്നേ. അപ്പൊ പിന്നെ ആ കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങളുടെ പഴയ പൊസിഷനാണോ? ഏത് തീരുമാനമാകുമായിരുന്നു? അല്ലല്ല, ഓരോന്നാകട്ടെ. എന്ത് തീരുമാനമാകാമായിരുന്നു? നിങ്ങൾ കാണേണ്ടത് അത് സുപ്രീം കോടതിയുടെ മുൻപിൽ നമ്മൾ കൊടുത്തതാണല്ലോ. സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് പറയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിധി അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ അഫിഡാവിറ്റ് നിൽക്കുന്നു പറയാൻ സാമാന്യ നിയമത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണ ഒരാൾക്ക് പറ്റുമോ? അല്ല, അദ്ദേഹത്തിന് വ്യക്തത വരുത്തട്ടെ. ഓരോന്നോരോന്ന് ഏറ്റെടുക്കാം നമുക്ക്. നമ്മുടെ ഒരു ആവശ്യം സുപ്രീം കോടതി വെച്ചല്ലോ, സുപ്രീം കോടതി അംഗീകരിച്ചില്ല, നിങ്ങളവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇതിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പൊ പരിശോധിക്കില്ലെന്ന് സുപ്രീം കോടതി തന്നെ എന്ത് പറഞ്ഞു?
ഇത് തിരുത്തണോ ഇല്ലയെന്ന് ഇപ്പൊ തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വരട്ടെ. നമ്മൾ എന്തിനാ നിങ്ങൾ ഇത്തിരി സുവർണാവസരം വല്ലതും കിട്ടുമെന്ന് ചാരത്ത് എടുക്കപ്പെടണ്ട. ഇത് സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള വ്യാഖ്യാനത്തിന്റെ അതിവിപുലമായൊരു സാധ്യത സുപ്രീം കോടതി തുറന്നിട്ടിരിക്കുന്നു. അത് ഞാൻ മുഴുവനാക്കട്ടെ എന്ന്. ഇന്നിപ്പോ കൊടുക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുമ്പ് കൊടുക്കണ്ടല്ലോ, ഞങ്ങൾക്കൊരു സമയമുണ്ടല്ലോ. ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ നേരെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണോ? ഞാൻ വായിച്ചില്ലേ. അത് വച്ചിട്ട് ഞങ്ങൾ നല്ല പരിശോധന നടത്തും, ചർച്ച നടത്തും. ഞങ്ങൾ എപ്പോഴും വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ താല്പര്യങ്ങൾ, ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ അന്ന് അഫിഡാവിറ്റ് കൊടുത്തത്. ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് വളരെ കൃത്യമല്ലേ. നിങ്ങൾ ആ ഭാഗം 4ാമത്തെ പാരഗ്രാഫ് അന്ന് ഈ വിവാദങ്ങൾ വന്നപ്പോ എല്ലാ മാധ്യമങ്ങളും മറച്ചു വെച്ചു എന്നതല്ലേ യാഥാർത്ഥ്യം. ഏതിലാ അത് ഇതുമായിട്ട് എന്താ ബന്ധം? അത് നമ്മൾ കാണേണ്ടത് വനിതാ മതിലിന്റെ മുകളിൽ കൂടെയാണ് ആളെ കൊണ്ടു, അല്ലല്ലോ. ഇവിടെ കാണേണ്ടത് സുപ്രീം കോടതി എല്ലാം കേട്ടിട്ട് വിധി പ്രഖ്യാപിച്ചു. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞു റിവ്യൂ ചെയ്യുന്നതിന് മുൻപ് 7 പ്രശ്നങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം. അതിനുശേഷമാണ് ഇത് പറഞ്ഞല്ലോ, ദ റിവ്യൂ പെറ്റീഷൻ വെർ അഡ്ജൻഡ് ടിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബൈ എ ലാർജർ ബെഞ്ച്. അതിവിശാലമായൊരു ബെഞ്ച്. ഇപ്പൊ ഇതിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ട് ഇവര് വിധി വരികയാണ്. നമ്മളെല്ലാം പറയുന്നു PIL സാധാരണ പൊതു താൽപര്യ ഹർജിയുടെ ലോക്കൽ സ്റ്റാൻഡിന് വ്യത്യസ്തമാണ്, ഇതിങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ കേസ് തന്നെ നിന്നിൽ പോവും. ഈ കൊടുത്ത കേസ് നമ്മൾ ഗവൺമെന്റ് കൊടുത്ത കേസല്ലല്ലോ. അതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാലോ എവിടെന്നാ വന്നേന്നുള്ളത്. അപ്പൊ ആ കേസ് നിൽക്കുവോ? അതല്ല, നമുക്ക് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസിനകത്ത് കോടതിക്ക് ഇടപെടാൻ അവകാശമില്ല എന്നാണ് നിലപാടെങ്കിൽ പിന്നെ തീർന്നില്ലേ. അത് ആണ് എന്ന് കോടതി പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിലപാട് എടുക്കണ്ടേ? അപ്പൊ ഇത് നല്ല അവധാനതയോടുകൂടി പരിശോധിച്ച് ശരിയായ രൂപത്തിലുള്ള ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ അത് ഗവൺമെന്റ് കൊടുക്കും. അല്ല, ഇതില് അതിനൊന്നും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന്. ഇത് കോടതി നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോടതിയിൽ സർക്കാർ പറയാൻ പോകുന്ന 7 പ്രശ്നങ്ങളിലല്ലേ, അത് ഞങ്ങൾ നന്നായി ചർച്ച ചെയ്യും. ഈ വരുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ടല്ലോ. ആ അഭിപ്രായം നിങ്ങൾ എന്താ പറയാത്തെ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം എന്താ? അത് വിധി വന്നോണ്ടല്ലേന്ന്. ഞാൻ നിങ്ങൾ ഏഷ്യാനെറ്റും നിലപാട് സ്വീകരിക്കുന്നു. നാളെ സുപ്രീം കോടതി നിങ്ങൾ സംപ്രേഷണം ചെയ്യണ്ട, അത് ആ വഴിക്ക് നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റും. ഞങ്ങളുടെ പഴയ നിലപാടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. നേരത്തെ തന്നെ ഞങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. അല്ല, സുപ്രീം കോടതി വിധി അപ്രസക്തമായത് ആരാ പ്രസക്തമാക്കിയേ? ഞങ്ങൾ പിന്തുണച്ചോടാണോ സുപ്രീം കോടതി വിധി വന്നതോടെയാണോ? സുപ്രീം കോടതി ലോ ഓഫ് ദ ലാൻഡ് അല്ലേ. നിങ്ങൾ കാണേണ്ടത് എന്താ? ഞങ്ങൾ പോയിട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കുകയാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം, അല്ലല്ലോ. ഇതൊരു സംഘടന പോയി സുപ്രീം കോടതി പോകുന്നു. ആ സംഘടന പോയപ്പോ ഒരു വിധി വരുന്നു. അത് ഞങ്ങളുടെ അഫിഡാവിറ്റ് വളരെ വ്യക്തമായി തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തു. അതൊന്നും പരിഗണിക്കാതെ തന്നെ നിലപാട് സ്വീകരിച്ചു. നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ വിധിച്ച് ഞങ്ങൾ ഗവൺമെന്റ് ഉത്തരവല്ലല്ലോ. ഞാൻ പറയട്ടെ, ഇത് ഞാൻ മുഴുവനാക്കട്ടെ, നിങ്ങൾ അസ്വസ്ഥമാകേണ്ടത് സമയം ഇഷ്ടം പോലെയുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് വന്നു. ഉത്തരവ് വന്നപ്പോൾ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, BJP സ്വാഗതം ചെയ്തു. ഇതൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞൊരു സുവർണാവസരം വീണ് കിട്ടുന്നു എന്ന് വന്നപ്പോ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിൽ NSS തുടക്കം മുതൽ ഒരു സ്റ്റാൻഡായിരുന്നു. കോൺഗ്രസും BJPയും ഈ വിധിയെ പിന്തുണച്ച ഘട്ടത്തിലും NSSന്റെ സ്റ്റാൻഡ് വ്യത്യസ്തമായിരുന്നു. അത് നമ്മൾ കാണണം. ഇവര് പിന്നെ മലക്കം പറഞ്ഞ എന്താ? ഞങ്ങൾ നിലപാട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഞങ്ങളുടെ ബാധ്യത തീർന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ കടുംപിടുത്തക്കാരാണ്, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്ന വ്യാഖ്യാനത്തിലേക്ക് ഞങ്ങൾ പോയില്ലല്ലോ. സുപ്രീം കോടതി റിവ്യൂ ചെയ്യുമ്പോഴും ഇത് സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാടെന്താ? റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ റിവ്യൂ വരട്ടെ. റിവ്യൂ ചെയ്യാൻ അല്ല, അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ.
കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോഴാരാ ഇപ്പൊ സർക്കാർ പറഞ്ഞു ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ വന്നാലല്ലേ അതിലേക്ക് കിടക്കുള്ളൂ. അത് ക്ലിയർ ആവട്ടെ. അതെ, അങ്ങനെ നിക്കണം എങ്ങനെയാ? അവരവരുടെ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യമാണ്. സുപ്രീം കോടതി ഞങ്ങളെല്ലാം കൊടുത്ത അഫിഡാവിറ്റിൽ ആ ഭാഗം പരിഗണിക്കാതെ അവര് പ്രത്യേകമായി അമിക്കസ് ക്യൂറിയെ വെച്ചു. അവര് ഒരു വിധിയിലേക്ക് എത്തി. 2, അതേ സുപ്രീം കോടതി തന്നെ ആ വിധി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 3, സുപ്രീം കോടതി തന്നെ പറഞ്ഞു റിവ്യൂവിലേക്ക് എത്തുന്നതിന് മുമ്പ് 7 അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഗണിക്കണം. ആ പരിഗണിച്ചാൽ മാത്രമാണ് ഇതിന്റെ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്ക് പോവുള്ളൂ. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിലാ. സുപ്രീം കോടതി ഇന്ന് പറയാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അടുത്ത ദിവസം വരണം, പ്രവേശനത്തെ അനുകൂലിക്കുന്നോ ഇല്ലയോ? അപ്പൊ ഞങ്ങൾ അപ്പൊ പറയും ഞങ്ങൾ എല്ലാ വശവും പരിഗണിച്ചല്ലേ വരുള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അതല്ലല്ലോ ചോദിച്ചേക്കണേ. ഞാൻ പറഞ്ഞു നിങ്ങൾ കാണേണ്ട ഭാഗം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ മറച്ചു വെച്ചൊരു ഭാഗം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. നമ്മൾ കാണേണ്ട ഭാഗം നിങ്ങൾ വിധി വായിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഈ ശബരിമല വിധി വായിച്ചിട്ടില്ലല്ലോ. അതിലേതെങ്കിലും ഒരു ഭാഗത്ത് സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സർക്കാരിന്റെ ഫസ്റ്റ് റെസ്പോണ്ടന്റിന്റെ ആ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സുപ്രീം കോടതി ഇതാ സ്ത്രീ പ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? 141 എന്താ? അപ്പൊ സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞു. അല്ല അജിതേ, അതില് സുപ്രീം കോടതി അല്ലേ പറഞ്ഞത്? സുപ്രീം കോടതി വിധി വന്നാൽ സാധാരണ കാര്യങ്ങളുണ്ടല്ലോ. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ സുപ്രീം കോടതി തന്നെ വച്ച വിധി അതിനകത്ത് ഒരു പുനഃപരിശോധന വേണമെന്ന് സുപ്രീം കോടതി തന്നെ കേസ് കേൾക്കുമ്പോൾ തീരുമാനിച്ചു. ആ കേസിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അല്ലാണ്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് വിധിയിലേക്ക് വന്നതല്ല. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളും ഇവരെല്ലാം പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടല്ലോ. അതിന് നിങ്ങളുടെ ചോദ്യത്തിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ അഭിപ്രായം അനുകൂലിച്ചാലും ഇല്ലെങ്കിലും വരുന്ന വിധി ബൈൻഡിങ്ങാ. നിങ്ങൾ ചോദിച്ചെങ്ങനെ വെച്ചാൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ ബൈൻഡിങ്ങാ. 2, VS സർക്കാരിന്റെ കാലത്തെടുത്ത അതേ നിലപാടിൽ ഞങ്ങൾ പറഞ്ഞപ്പോ ഈ ഭാഗം അതിനകത്ത് പ്രധാനമായിരുന്നു. കാരണം ഇതൊക്കെയാണ് ഭരണഘടനാ തത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം ഒരു വിദഗ്ധർ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ളവർ അവർ പഠിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കോടതി പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കോടതി വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അത് വരട്ടെ. 2, UDF സർക്കാരിന്റെ കാലത്ത് അഫിഡാവിറ്റിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ആ വിധിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു. എന്തിനാ അവർ സ്വാഗതം ചെയ്തേ? BJP സ്വാഗതം ചെയ്തേ? എപ്പോഴവർ നിലപാട് മാറ്റിയ? പൊളിറ്റിക്കൽ അല്ലേ. ഞങ്ങൾ കോടതിയിൽ വന്നു, ഇപ്പൊ റിവ്യൂ ചെയ്തു. നല്ല അവധാനതയോടുകൂടി നിങ്ങളൊന്നും ഉത്കണ്ഠപ്പെടേണ്ട, ഒരു സുവർണാവസരവും വീണ് കിട്ടാൻ ഇടയില്ല. നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. എവിടെ? അല്ല നമ്മളിപ്പോ കാണേണ്ട കാര്യം എന്താ? സുപ്രീം കോടതി ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ടല്ലോ. ആ സമയം നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് ഈ ഭരണഘടനാ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, വെറുതെ ഒരു ഇത് കിട്ടുമെന്ന് കരുതി ആരും ഇപ്പൊ തന്നെ അടുപ്പത്ത് പാത്രം എടുത്ത് വെള്ളം ഒഴിക്കണ്ട. ആരും മാറ്റി വെച്ചാൽ മതി.
അല്ല, എല്ലാ വാദങ്ങളും കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ അമ്മത്ത് അഫിഡാവിറ്റ് പോയി വിധി വന്നപ്പോന്ന്. അപ്പൊ ആ പറഞ്ഞതും പോയില്ലേ മറ്റേ വിധി വന്നപ്പോ? അല്ല, ആ വിധി വന്നപ്പോ അതും പോയില്ലേ? ഇപ്പൊ സുപ്രീം കോടതി ഞാൻ മനസ്സിലാക്കിയത് ഒരു ഭാഗം ഇത് സംബന്ധിച്ച് നമ്മളെയും കൂടിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ നോഡൽ ഇതായിട്ട്. നമുക്ക് നോക്കാം. അപ്പോ പത്രക്കാർ കോടതി തന്ന സമയം തരിക, നിങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച് പലരും അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് മാധ്യമങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഇത് കേക്ക് എന്തെങ്കിലും അല്ല, അങ്ങനെ ചോദ്യമായിരുന്നു സുപ്രീം കോടതി ഇന്ന് നമ്മുടെ മുമ്പിൽ ഫ്രെയിം ചെയ്ത് വന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് തന്നെ പറയാമായിരുന്നു എന്താണെന്നുള്ളത്. ഇപ്പോ അത് അല്ല, നിങ്ങളൊരു വഴിയിലേക്ക് പോകുമ്പോ ഈ വഴി കിടന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ. അല്ല, ആദ്യം അവിടെ ചെല്ലാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ കോടതി എന്ത് ചെയ്യണം? ഇതൊക്കെ കോടതി സമയം കളയണോ? നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് ചോദിച്ചാലേ ഇതിലേക്ക് എത്തുള്ളൂ. അവിടെ എല്ലാവരും എത്തിച്ചേർന്നു. ഞങ്ങളുടെ അഫിഡാവിറ്റ് എന്തായിരുന്നു? ഈ പറഞ്ഞ ഭാഗം കഴിഞ്ഞാൽ ഭരണഘടനയുടെ തുല്യതയാണല്ലോ. എന്നാൽ അതിൽ സുപ്രീം കോടതി വളരെ ആധികാരികമായി പറഞ്ഞ ഭാഗം അതാണ്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത് 25-26 മതവിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും തുല്യതയെ സംബന്ധിച്ചും ഇത് ഇപ്പുറത്ത് അപ്ലിക്കബിൾ ആണോ? മതവിശ്വാസവും ആചാരവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ, അതോ ആ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കണോ? ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യേണ്ടി വരും. അത് ചെറിയ കാര്യമല്ല, കുറച്ച് സമയമെടുക്കും. അതല്ലേ ഞാൻ പറ, വിധി റിവ്യൂവിൽ സ്റ്റേ ചെയ്തിട്ടില്ല, ഞങ്ങളതൊന്നും നിന്നില്ലല്ലോ. അല്ല, അതേ കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പൊ നമ്മൾ ആന്റിസിപ്പേറ്ററി ബൈ നോയ്സ് സാധാരണ പറയണ പോലെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ വിശാലമായി ബെഞ്ചിന് വിടുന്നു. ആ ബെഞ്ചിൽ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നു. ആ ബെഞ്ച് ഇപ്പൊ മാറിക്കൊണ്ടാണ് ഇപ്പൊ വീണ്ടും വന്നത്, കുറച്ചുപേര് പോയല്ലോ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ? ആ ബെഞ്ചിന്റെ ഇത് വരട്ടെ. സുപ്രീം കോടതി വളഞ്ഞു പോയോണ്ടാന്നാ നിങ്ങൾ കാണേണ്ട എന്താ? ഞാൻ ഒറ്റ കാര്യം, സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന സർക്കാരിന്റെ ഒരു ഉത്തരവ് ഇറക്കിയിട്ട് ആ ഉത്തരവാണ് പ്രശ്നം ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഞാൻ പറയട്ടെ, സുപ്രീം കോടതി വിധി ഇറക്കി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലപാട് വന്നു. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റിവ്യൂ ചെയ്യുമ്പോൾ അടിസ്ഥാന 7 പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ട് റിവ്യൂയിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയോറിറ്റി എന്താ? ഈ 7 പ്രശ്നങ്ങൾ വെക്കണം. നിങ്ങൾക്ക് എന്താ പ്രയോറിറ്റി? ഞങ്ങളുടെ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നിന്ന് കൊഴുതെടുക്കാൻ, ഒരു പരിസരം സൃഷ്ടിക്കാൻ അപ്പുറത്ത് വേറൊരു പ്രയോറിറ്റി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് പ്രതിപക്ഷ നേതാവ് പറയണം ഒറ്റ മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാം. ഒറ്റ മിനിറ്റ് കൊണ്ട് തീരുമാനിച്ചാൽ സുപ്രീം കോടതി അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തീരുമാനമാവോ? അല്ല, പുനഃപരിശോധിക്കില്ലേന്ന് ഇപ്പോ? അല്ല, അതല്ലല്ലോ പ്രശ്നം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ അല്ലല്ലോ. ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുക? ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് വാചകമേള പോലെ പറ്റില്ലല്ലോ. ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതിയുടെ മുൻപിൽ ഞങ്ങൾ പറയേണ്ട പ്രശ്നങ്ങൾ എന്താ? ഇപ്പൊ ഞങ്ങളോട് പറയാണ് സുപ്രീം കോടതി, നിങ്ങൾ പ്രവേശനത്തെ അനുകൂലമോ ഇല്ലയോ? അപ്പൊ ഞങ്ങൾക്ക് പറയും, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളല്ല പറയേണ്ടത്, ഗവൺമെന്റ് അല്ല പറയേണ്ടത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും സാമൂഹിക പരിഷ്കരണത്തിൽ നല്ല റെക്കോർഡുള്ള ആളുകളുമുള്ള ഒരു കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത്, ഗവൺമെന്റ് അല്ല പറയേണ്ടത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അല്ല, നോക്കട്ടെ, അല്ല ഇതല്ലല്ലോ ഞങ്ങൾ. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ?
നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും സുപ്രീം കോടതിയിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തുന്നില്ല. മറിച്ച് നേരത്തെ സർക്കാരിന്റെ അഫിഡവിറ്റ് കണക്കിലെടുത്തുകൊണ്ടല്ല യുവതി പ്രവേശന അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നത്. ഇവിടെയും സ്വാഭാവികമായി അത് ബാധകമാവില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത മന്ത്രി വരുത്തുന്നില്ല. സ്വാഭാവികമാണ് അതിൽ തീരുമാനം പറയുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സർക്കാർ ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ശബരിമല കേസ് CBI എന്തുകൊണ്ട് ഏൽപ്പിക്കുന്നില്ല? മുഖ്യമന്ത്രിയോട് ചലഞ്ച് ചെയ്യാൻ തയ്യാറെന്നും രാജീവ് ചന്ദ്രശേഖർ. അപ്പോ ഇവര് എന്തും ചെയ്യാൻ കഴിവുള്ളൊരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെ ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ മിനിറ്റ്സിൽ ജയശ്രീ മാറ്റം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ ജയശ്രീ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നുമാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനായ കൽപേഷിനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാൻ നടൻ ജയറാമിനോട് നാളെ മൊഴി നൽകാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കും വിധേയനാക്കിയിരുന്നു. അതീവ രഹസ്യമായിട്ടാണ് രാഹുൽ ചോദ്യം ചെയ്യലിന് എത്തിയത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന മണിശങ്കർ അയ്യറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹം കുറച്ചു നാളായി കോൺഗ്രസിലില്ല. കോൺഗ്രസിന്റെ അഭിപ്രായം AICC വ്യക്തമാക്കിയിട്ടുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ച് മണിശങ്കർ അയ്യർ. കോൺഗ്രസിന്റെ എക്കാലത്തെയും മോശം സംഘടനാകാര്യ സെക്രട്ടറിയായ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടയാണെന്നും തുറന്നടിച്ചു. ഇടതുപക്ഷത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേശീയ തലത്തിൽ അവരുടെ പിന്തുണ തേടി ഭരിച്ചതെന്നും മണിശങ്കർ അയ്യർ ന്യൂസ് 18നോട് ചോദിച്ചു. If a rowdy like KC Venugopal can be made by Rahul Gandhi, his Sardar Patel, then there is something that has gone wrong with the Congress. He is the worst organizing secretary the Congress party has ever had. He's a rowdy. And how can you make him the Vallabhbhai Patel of the Indian National Congress in the 21st century? I have met him only once. I have had organizing secretaries like Oscar Fernandez and Ahmed Patel, who are politeness personified. I went to see KC Venugopal because in the 2019 election, after conceding Mailaduthurai to Stalin, Rahul Gandhi from the aircraft made KC Venugopal ring me to say that he has an arrangement with the DMK that we will be given, but it's a secret arrangement, that we will be given one seat in the Rajya Sabha. And KC Venugopal told me that Rahul has asked him to say, tell me that I am the candidate. I went to see the man to find out if that promise was going to be fulfilled. And he threw me out. Can you imagine such a barbarian in the place of Sardar Patel? ഗാന്ധിജി കണ്ട സ്വപ്നം CPM ആണ് നടപ്പാക്കിയതെന്ന് മണിശങ്കറിന്റെ
പ്രസ്താവനയെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. മണിശങ്കർ അയ്യർ കോൺഗ്രസിൽ ഇല്ല എന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ട് അദ്ദേഹം കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്നില്ല. യോഗത്തിന് വിളിച്ചതിന്റെ ഉപകാര സ്മരണ മാത്രമാണ് പ്രസ്താവനയെന്നും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയെ ഗാന്ധി എന്ന് പറയാത്തത് തന്നെ ഭാഗ്യമെന്നും രമേശ് ചെന്നിത്തല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അനിശ്ചിതത്വം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ഏറെ മുന്നോട്ട് പോയ ശേഷം പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ആശങ്കയുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ പ്രേംകുമാറിന് മറ്റൊരു പദവി നൽകിയാൽ മതിയെന്നും അഭിപ്രായമാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവുമായും KPCC അധ്യക്ഷനുമായും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കാട്ടാക്കടയിൽ നാടാർ സമുദായത്തിൻ്റെ കൃത്യമായ ഒരു പിന്തുണ ഉറപ്പാക്കിയാൽ പ്രേംകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിച്ചു കയറാൻ കഴിയും, ഒരു കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു UDF ക്യാമ്പ്. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടത്തും, അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് കഴക്കൂട്ടം. അതുകൊണ്ട് കഴക്കൂട്ടത്തും പ്രേംകുമാറിന് ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മികച്ചതാകും എന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായത്. കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കളുമായി പ്രേംകുമാർ തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആശങ്കയുണ്ടായിരിക്കുന്നു. ആശങ്ക എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി 2 മാസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവർ, അതായത് ഹൈക്കമാൻഡിൻ്റെ തന്നെ അറിവോടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവർ പ്രവർത്തനവുമായി സജീവമായി മുമ്പോട്ട് പോവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഭവന സന്ദർശനവും മറ്റ് ബൂത്ത് തലത്തിലുള്ള പാർട്ടി പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രേംകുമാറിനെ അവിടേക്ക് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചാൽ അത് ഇതിനോടകം നടത്തിയ പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം നൽകിയവരുടെയും മനോവീര്യം തകർക്കുമോ എന്നതാണ് നേതൃത്വത്തിന് മുമ്പിലെ ആശങ്ക. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ച ഒരു വിഭാഗം നേതാക്കൾ, ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും KPCC അധ്യക്ഷനുമായും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായും അവർ ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അവർ മുമ്പോട്ട് വെക്കുന്ന കാര്യം UDF അധികാരത്തിലെത്തിയാൽ പ്രേംകുമാറിനെ വളരെ സുപ്രധാനമായ ഒരു പദവി നൽകുക, അതല്ല എങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പ്, ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടക്കം വരാനുണ്ട്, അതിലേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാറിനെ പരിഗണിക്കുക. അതായിരിക്കും കുറച്ചുകൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുക എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. അവർ അക്കാര്യം പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രേംകുമാറുമായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നേരിട്ട് തന്നെ ചർച്ച നടത്തും. അതിനുശേഷം മാത്രമേ വിഷയത്തിലൊരു ധാരണയിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും പെട്ടെന്ന് പ്രേംകുമാറിനെ കഴക്കൂട്ടത്തോ കാട്ടാക്കടയിലോ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നടത്തിയാൽ അത് ഏതെങ്കിലും തരത്തിൽ ഇതിനോടകം പ്രവർത്തനം നടത്തിയവരുടെ മനോവീര്യം തകർക്കുകയും അതൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യുമോ എന്നൊരു ആശങ്കയാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശദമായ ചർച്ചകൾ അനിവാര്യമാണെന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തത്. എന്തായാലും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. അതോടൊപ്പമായിരിക്കും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടത്തുക. എന്തായാലും ഇന്ന് മുതിർന്ന നേതാക്കൾ എല്ലാവരും തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ വിശദമായ ചർച്ച നടത്തിയ ശേഷം മാത്രമേ പ്രേംകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് നേതൃത്വം എത്തുകയുള്ളൂ. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കാണ് വേദന ഏറ്റിരിക്കുന്നതെന്നും ഇടതുപക്ഷത്തിനകത്തു നിന്നും അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. ജയൻ ചേർത്തലയുടെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. കോൺഗ്രസ് നേതാക്കൾ സുരേഷുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര നാളെ പാലക്കാട് എത്തുമ്പോൾ സുരേഷ് ഇതിൽ പങ്കുചേർന്നേക്കും. സുരേഷിനെ പാർട്ടി പുറത്താക്കിയതാണെന്നും മലമ്പുഴയിൽ മത്സരിച്ചാൽ CPMന്റെ ഒരു വോട്ട് പോലും കിട്ടില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇത് സംബന്ധിച്ച പ്രതികരണം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിശ്വസ്തനായ A സുരേഷ് UDF സഹയാത്രികനാകുന്നു എന്നതിന് സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. UDF നേതാക്കൾ താനുമായി സംസാരിച്ചിരുന്നു. VD സതീശന്റെ പുതുയുഗ യാത്രയിൽ A സുരേഷ് പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ ഉന്നത നേതാക്കൾ തന്നെ ചാതിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ക്ഷണിക്കുകയും ചെയ്തു. നിരന്തരം
അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. A സുരേഷിനെ പുറത്താക്കിയതാണ്. അദ്ദേഹം മലമ്പുഴ മത്സരിച്ചാൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോ അതിന്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേരത്തെ VD സതീശൻ പറഞ്ഞ വിസ്മയങ്ങളിൽ ഒന്നായിട്ട് തന്നെ A സുരേഷിന്റെ UDF-ലേക്കുള്ള കടന്നുവരവിനെ കാണുന്നുണ്ട്. അദ്ദേഹം സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ മലമ്പുഴയിൽ VS-ന്റെ PA ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മലമ്പുഴയിലും ഏറെ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ UDF-നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ജില്ലയിലെ ഇടതു വിരുദ്ധ വോട്ടുകൾ അത് സമാഹരിക്കാനുള്ളൊരു നീക്കം കോൺഗ്രസ് നടത്തിയിരുന്നു. കൊടിഞ്ഞാമ്പാറയുള്ള ഇടതുവിരുദ്ധരെ കൂട്ടിച്ചേർത്ത് ഒരു പാർട്ടി എന്ന തരത്തിലേക്കുള്ള നീക്കവും നടത്തിയിരുന്നു. പക്ഷേ പാർട്ടിയൊന്നും യാഥാർത്ഥ്യമായില്ലെങ്കിലും അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പല മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ A സുരേഷ് കൂടി ഇതിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഉള്ള കൂട്ടായ്മയ്ക്ക് പല മണ്ഡലങ്ങളിലും ശക്തി കൂടാനുള്ള ഒരു സാധ്യത. മലമ്പുഴ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിലവിൽ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്. അവിടെ ഏറെ മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു സുരേഷിൻ്റെ കടന്നുവരവിടെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കൂട്ടൽ. ഒപ്പം തന്നെ ഇനി അറിയാനുള്ളത് VD സതീശിൻ്റെ യാത്ര പാലക്കാട് എത്തുമ്പോൾ PK ശശി ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. PK ശശിയുടെ കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരുമ്പോൾ പാലക്കാട് കൂടുതൽ വിസ്മയങ്ങൾ VD സതീശിൻ്റെ യാത്രയിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയാനാണ് ഇനി കാത്തിരിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. നന്മവരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നന്മവരം അവാർഡുകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി മാധ്യമ അവാർഡ് ന്യൂസ് 18 കേരള പ്രിൻസിപ്പൽ ക്യാമറാമാൻ TS ഹരികൃഷ്ണൻ ഏറ്റുവാങ്ങി. ആലപ്പുഴ റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അവാർഡ് സമ്മാനിച്ചു. ട്രസ്റ്റ് സ്ഥാപകൻ സൈജു ഖാലിദ് അധ്യക്ഷത വഹിച്ചു. വാക്കുറു ഫൗണ്ടേഷൻ കേരള പോലീസിന് അത്യാധുനിക മയക്കുമരുന്ന് പരിശോധനാ ഉപകരണം കൈമാറി. 15 ലക്ഷം രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങളാണ് നൽകിയത്. അത്യാധുനിക സോട്ടോക്സ് അനലൈസറാണ് കൈമാറിയത്. രക്തസാമ്പിളുകൾ എടുക്കാതെ ഉമിനീർ പരിശോധനയിലൂടെ ശരീരത്തിൽ മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ഈ ഉപകരണം മന്ത്രി PM മുഹമ്മദ് റിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DGP പ്രഭാട ചന്ദ്രശേഖർ മുഖ്യാതിഥിയായി. വാക്കുറു ഫൗണ്ടേഷൻ ചെയർമാൻ V നൌഷാദ്, നോർത്ത് സോൺ IG രാജ്പാൽ മീണ IPS എന്നിവർ വിശിഷ്ട അതിഥികളായി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ജയദേവ് G അധ്യക്ഷനായിരുന്നു. സ്വർണ്ണവെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,340, പവന് 1,14,720. 18 ക്യാരറ്റ് ഗ്രാമിന് 11,850, പവന് 94,800. വെള്ളി ഗ്രാമിന് 268 രൂപ, കിലോഗ്രാമിന് 2,68,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുന്നു.